വെൽക്കം ആൾ. ഈ കിടക്കുന്ന എൻ്റെ വണ്ടിയാണ്. ഈ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലിറക്കം ഡ്രൈവിംഗ് ബീച്ച് എന്ന് പറയും, വർക്കലയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് നിയർ ബൈ ആണ്. അപ്പം വലിയ തിരക്കൊന്നുമില്ല, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമായതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ അത്യാവശ്യം നല്ല വെയിലും ഉണ്ട്. ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞു തരാനായിട്ടാണ്. നമ്മുടെ എ സിയുടെ തണുപ്പും അതുപോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട കുറച്ച് കാര്യങ്ങളും. ഓക്കെ, അപ്പം നമുക്ക് എ സിക്ക് തണുപ്പ് അല്ലെങ്കിൽ ഫാനിന് സ്പീഡ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ എയർ ഫ്ലോ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, എപ്പോഴും എല്ലാ ആൾക്കാരും ചെയ്യാൻ പോകുന്നത്, ഇതാണ് നമ്മുടെ എ സിയുടെ കിറ്റ് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് ഈ ഞാൻ ഇളക്കി വെച്ചേക്കാണ്. ഈ 4 സ്ക്രൂളായി കഴിഞ്ഞാൽ ഈ ഫിൽറ്റർ ഇളക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിൽറ്റർ വരുന്നത്. ഇത് ഞാൻ പുതിയത് വാങ്ങിച്ച് വെച്ചേക്കുന്നതാണ്, എ സി ഫിൽറ്റർ. ഇന്നത്തെ ഇളക്കിയതിന് ശേഷം കണ്ടീഷൻ നോക്കിയതിന് ശേഷം മാറണമെങ്കിൽ മാറാമെന്ന് വെച്ച് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ എമൗണ്ട് വരുന്നത് ട്രിവാൻഡ്രം മോട്ടോഴ്സ് സർവീസ് സെൻ്ററിൽ നിന്ന് വാങ്ങിച്ചാണ് 232 രൂപയാണ് വരുന്നത്. 230 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, ഇതാണ് എല്ലാ ആൾക്കാരും ഒന്നെങ്കിൽ ഇത് ഇളക്കി ക്ലീനാക്കി ഇടും, ഇല്ലാന്നുണ്ടെങ്കിൽ ഫിൽറ്റർ മാറും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, നമ്മുടെ ബോണറ്റ് ഓപ്പൺ ആക്കിയിട്ട്, ബോണറ്റ് ഓപ്പൺ ആക്കണ്ട, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഈ കണ്ടോ, കൂളിംഗ് കോയിൽ എന്ന് പറയും, കോയിൽ കണ്ടൻസർ എന്ന് പറയും. ഇത് 2 എലമെൻ്റാണ് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് മുന്നേ കാണുന്നത്, നമ്മൾ ആദ്യം മുന്നേ കാണുന്നത് കൂളിംഗ് കോയിലാണ്. അത് എ സിയുടെ കൂളിംഗ് കോയിലാണ്. അതിന് ശേഷം രണ്ടാമത് ഒരെണ്ണം കൂടി വരും, നമ്മുടെ റേഡിയേറ്റർ കൂളൻ്റ് ഒക്കെ തണുപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ എൻജിൻ തണുപ്പിക്കാനായിട്ട് ഫാനൊക്കെ വരുന്ന ഒരു കണ്ടൻസർ, കോയിൽ കണ്ടൻസർ. ഓക്കെ, ഈ കാണുന്ന ഇതാണ് നമ്മുടെ റേഡിയേറ്റർ ഫാന്, കൂളൻ്റ്. ഇതാണ് എൻജിൻ്റെ, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ക്ലോസ് ചെയ്തു. അപ്പം വണ്ടി കഴുകുന്ന സമയത്ത് നമ്മൾ കാറ് 2 മാസം കൂടുമ്പോഴെങ്കിലും വണ്ടി കഴുകുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കാറ് കഴുകുന്ന സമയത്ത് പ്രഷർ വാഷർ യൂസ് ചെയ്യരുത്. ഇതിനകത്ത് നമ്മൾ വെള്ളം ചീറ്റിച്ചൊന്ന് സ്പ്രേ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള അഴുക്കുകൾ പോയി കിട്ടും. ഓക്കെ, എൻ്റെ വണ്ടി ഇപ്പം 3.5 വർഷം കഴിഞ്ഞു. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യം വണ്ടി ഇടുന്ന സമയത്ത്, മാസത്തിൽ 1 പ്രാവശ്യം ഡീറ്റെയിൽഡ് വണ്ടി ഇടുന്ന സമയത്ത് ഈ കോയിൽ കണ്ടൻസറെല്ലാം നമ്മുടെ സാധാ പൈപ്പിലെ വെള്ളം വെച്ചിട്ട് ക്ലീൻ ആക്കും. എനിക്കിനി ഇത് നമ്മുടെ ആൽക്കലൈൻ ലിക്വിഡ് വെച്ചിട്ട് ക്ലീൻ ആക്കാൻ ടൈം. പക്ഷേ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫ്രണ്ട് ബമ്പർ ഫുൾ ഇളക്കണം. അപ്പം അതെന്തായാലും ഈ വീഡിയോ ഞാൻ ഉൾക്കൊള്ളിക്കുന്നില്ല. അത് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫിൽറ്ററിനകത്ത് തന്നെ, ഫിൽറ്റർ കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല, ഫ്ലാഷ് ഓൺ ആക്കാം. ഇതാണ് നമ്മുടെ ഫിൽറ്റർ വരുന്നത്. ഓക്കെ, ഫിൽറ്റർ ഇളക്കി എടുത്തിട്ട് കാണിച്ചു തരാമേ. സ്ക്രൂ ഇളക്കി വെച്ചേക്കുവാണ്. സ്ക്രൂ ഇളക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. അതിന് മുന്നേ ഞാൻ എൻ്റെ എ സി ഫിൽറ്ററിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ജസ്റ്റ് ഇതുപോലത്തെ ഒരു ടെസ്റ്റർ എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇളക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇളക്കി കഴിഞ്ഞാൽ ഇളക്കിയെടുക്കാൻ പറ്റും ഈ ഒരു സംഭവം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ ഈ ഒരു ലോക്ക് പൊട്ടിയിരിക്കുകയാണ്. അപ്പം വലിച്ചിളക്കി എടുക്കുന്നവർ ആ ലോക്കൊന്ന് ശ്രദ്ധിക്കുക. ചിലർക്ക് ടാറ്റാ മോട്ടോഴ്സിൽ നിന്ന് ഇവിടെ ഇതിൽ ഫുള്ള് വാട്ടർ ലീക്കേജ് കംപ്ലയിൻറ്റ് പറയുന്നവർക്കൊക്കെ ഇതിലൊരു ഗ്ലൂ ഗണ്ണോ സിലിക്കോണോ എന്തോ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ പല ടിയാഗോയിലും കണ്ടുവരുന്നൊരു ഇഷ്യൂ ആണ് ഈ വാട്ടർ ലീക്കേജ്. ഓക്കെ, അത് കൂടുതലും ഈ ഒരു എക്സോസ്റ്റ് ലൈൻ കണ്ടു, ഇതിനകത്ത് തണുപ്പ് വന്നിട്ട് വെള്ളം എക്സോസ്റ്റ് വാല് വഴി പുറത്തു പോകും. ഇത് ഇളവി കിടന്നാൽ ചിലപ്പം വെള്ളം ഇതിനകത്ത് വീഴാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അതല്ല കിറ്റ് വഴിയാണ് വീഴുന്നതെന്നുണ്ടെങ്കിൽ കിറ്റ് റീപ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എക്സോസ്റ്റ് ലൈൻ ഇതിനകത്തും കാണാം, വാട്ടർ എക്സോസ്റ്റ് ലൈൻ. ഓക്കെ, അത് ചിലപ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടത് ഇത് ഫുള്ള് കിറ്റ് ഇളക്കിയെടുത്തതിന് ശേഷം. ഓക്കെ, മഹലിൻ്റെ ആണ് നമുക്ക് കിറ്റ് വരുന്നത്. കണ്ടോ, കാണാൻ പറ്റും, തലരിഞ്ഞ വന്നേക്കുന്നത്. ഇത് കൂടുതലും വരുന്നത് ഇപ്പം കോ പാസഞ്ചേഴ്സ് ആയിരുന്നു ഇരിക്കണം. എനിക്ക് പണി കിട്ടിയത് കോ പാസഞ്ചേഴ്സിൻ്റെതായിരുന്നു. അനിയത്ത് എഴുതുന്ന സമയത്ത് ഈ കാല് നീട്ടി വയ്ക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ഇതിൽ ചവിട്ടിയിട്ട് 2 പ്രാവശ്യം ഇത് ഇളകിപ്പോയി. അതിനുശേഷം ഞാൻ തന്നെ നമ്മുടെ സോൾവെൻറ്റ് ജസ്റ്റ് ഒന്ന് തേച്ച് അത് ഫിക്സ് ചെയ്തിട്ട് ടാഗ് അടിച്ച് ഞാൻ വയ്ക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇതുവരെയായിട്ടും കുഴപ്പമൊന്നുമില്ല. ഇനി കുഴപ്പം വന്നാൽ വീണ്ടും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഉള്ളത് ഇതാണ് നമ്മുടെ ഫിൽറ്റർ വരുന്നത്. ഇത് ഇളക്കി എടുക്കുമ്പം സൂക്ഷിച്ച് ഇളക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഫിൽറ്റർ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് വലിച്ച് ഇതുപോലെ സൗണ്ട് കേൾക്കും, പൊട്ടിക്കഴിഞ്ഞു ഗൈസ്, തേഞ്ഞു. അപ്പോൾ എന്തായാലും ഫിൽറ്റർ മാറ്റാം, അല്ലാതെ നടക്കൂല. അപ്പം അത് പൊട്ടി. ഇതാണ് എൻ്റെ ഫിൽറ്ററിൻ്റെ അവസ്ഥ. അപ്പം വലിച്ചെടുത്തപ്പോൾ പൊട്ടിയതാണ്. അപ്പം ഇതിന് തിരിച്ചു വെച്ചാലും
എങ്ങനെ കയറുമെന്ന് അറിയത്തില്ല. എന്തായാലും ഞാനിതിപ്പം ഇത് വെക്കുന്നില്ല. പൊട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതെടുത്ത് വെള്ളത്തിലിട്ട് നല്ലപോലെ ഷാമ്പൂ അല്ലെങ്കിൽ സർഫ് എന്തെങ്കിലും യൂസ് ചെയ്ത് ക്ലീനാക്കി ഇടാം. ഓക്കെ, അപ്പം എന്തായാലും ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പോൾ പുതിയത് വാങ്ങിച്ച് വെച്ചാൽ എന്തായാലും നല്ലതായി. പുതിയത് തന്നെ പൊട്ടിച്ചിടാം. ഇനി പറയാനുള്ളത് ഇതിനകത്ത് കണ്ടോ കോയിൽ കണ്ടൻസർ ഉണ്ടോ? ആ ഭാഗത്ത് ആ കാണുന്ന ഒരു ബ്ലാക്ക് പോർഷൻ ഫുൾ അഴുക്കാണ്. ഓക്കെ, ഇത് ക്ലീൻ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൽക്കലൈൻ ലിക്വിഡ് വെച്ചിട്ട് വരുമ്പോഴത്തേക്കും ഒരു 1 ലിറ്റർ കുപ്പിയിൽ ഒരു ഏകദേശം ഒരു 750 ml വെള്ളവും 250 ml ആൽക്കലൈൻ ലിക്വിഡും കൂടെ ചേർത്തിട്ട് സ്പ്രേ ചെയ്യണം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ ബമ്പർ ഇളക്കി അത് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ താല്പര്യമില്ലാതെ ഇത് മാത്രം ചെയ്തിട്ടാൽ മതി എന്നുണ്ടെങ്കിൽ AC ഫിൽറ്റർ മാത്രം നിങ്ങൾ എടുത്ത് ക്ലീൻ ചെയ്ത് പൊട്ടിയതാണ് കേട്ടോ. ഇതെന്തായാലും ഇനിയിപ്പം ഒട്ടിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒട്ടിച്ചെടുത്താലും എത്ര സ്ട്രോങ് ആണെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്കിതിപ്പം പുതിയത് എടുത്തിടാം. ഓക്കെ, മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് ഫിൽറ്റർ വരും. ഫിൽറ്റർ ഒരു 2500-5000 കിലോമീറ്ററിലെങ്കിലും ക്ലീനാക്കി ഇടുക. ഇല്ലെങ്കിൽ മൈനർ സർവീസ്, ജനറൽ സർവീസിലെങ്കിലും ക്ലീനാക്കി ഇടുക. അപ്പം എയർ ഫ്ലോ കൂടും. അതല്ലാതെ തന്നെ നമുക്ക് കൂളിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതിനകത്തൊക്കെ ഇപ്പം നല്ലപോലെ അഴുക്കുണ്ട്, പൊടിപടലങ്ങളുണ്ട്. അപ്പം ഇത് ക്ലീനാക്കാനായിട്ടുള്ള വീഡിയോ ഉടനെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്രണ്ടിൽ വരുന്ന കൂളിംഗ് കോയിലിൻ്റെ കണ്ടൻസർ ക്ലീൻ ആക്കുന്ന വീഡിയോ, അതിന് ആൽക്കലൈൻ ലിക്വിഡ് വാങ്ങിക്കാനുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് സ്പ്രേ ബോട്ടിൽ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിനുശേഷം ആ ഒരു വീഡിയോ ഇടാം. ഞാൻ എന്തായാലും ഇതൊന്ന് പാക്ക് പൊട്ടിച്ചിട്ട് പുതിയ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ, എൻ്റെ കിടന്ന പഴയ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ ഞാൻ കാണിച്ചു തരാം. കാണുന്നത് പുതിയ എയർ ഫിൽറ്ററും ലെഫ്റ്റ് സൈഡ് കാണുന്ന ഇത് പഴയ എയർ ഫിൽറ്ററും. അപ്പം നൈസായിട്ട് ഒരു പണി കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. ഒന്ന്, ഇതിൻ്റെ ഡിസൈൻ എലമെൻറ്റ് വ്യത്യാസമുണ്ട്. ഓക്കെ, പിന്നെ ജസ്റ്റ് ഒരു ട്രയലിന് വേണ്ടി ഞാനൊന്നെടുത്ത് ഇടാൻ നോക്കി. അപ്പം മാറ്റിയിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. കിട്ടിയ പണി എന്ന് പറയുന്നത് ഈ 2 സൈഡ് പുതിയതിൻ്റെ അങ്ങ് പൊട്ടി, ഇടി വെട്ടി അതിനെ പാമ്പ് കടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഒരു പണി കിട്ടി. എന്തോ വെറുതെ വരാനുള്ളത് ഈ രീതിയിൽ അങ്ങ് കിട്ടി. ഓക്കെ, എന്തായാലും പുതിയത് തന്നെ ഇൻസേർട്ട് ചെയ്യാം. ഇൻ കേസ് അങ്ങോട്ട് പോകുന്ന സമയത്തില്ലെങ്കിൽ ബുട്മേ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് പുതിയ എയർ ഫിൽറ്റർ എടുക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് നമുക്കിനി ഇടാം. ഇതിടുമ്പോഴത്തേക്കും ആദ്യം ഈ ഭാഗം പൊട്ടിയിരിക്കുന്നുണ്ട്, ഇടാൻ അല്പം പ്രയാസമായിരിക്കും. നോക്കി വളർച്ച കയറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ഒടിഞ്ഞകത്തിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇളക്കിയെടുക്കുന്ന സമയത്തും തിരിച്ചിടുന്ന സമയത്തും സൂക്ഷിക്കുക. ഓക്കെ, കയറ്റി ലോക്ക് ചെയ്തു. അത് പൊട്ടി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാറ്റ് രണ്ടും കിടക്കുന്നുള്ളതുകൊണ്ട് ആദ്യം ചരിഞ്ഞ് കയറാൻ ഒത്തിരി പ്രയാസമായിരുന്നു. അപ്പം ഞാനൊന്ന് നൈസിന് ഒരു തള്ളങ്ങ് വെച്ച് കൊടുത്തു. വാ കൊണ്ടുള്ള തള്ളല്ല, കൈ കൊണ്ടുള്ള തള്ള്. അപ്പം നൈസായിട്ട് തേഞ്ഞു. അപ്പം ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ക്ലീനാക്കി ഇടണമെങ്കിൽ ക്ലീനാക്കി ഇടാം. ഞാൻ എന്തായാലും ഇപ്പോൾ ക്ലീനാക്കി ഇടുന്നില്ല. അടുത്ത പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് ബ്രഷിന് എന്തെങ്കിലും തൂത്തിട്ടാം. ഓക്കെ, തിരിച്ച് ഇവിടുത്തെ ലോക്ക് ഇട്ടു. ഇവിടെ ഒരു ലോക്കുണ്ട്, അതെൻ്റെ പൊട്ടിയൊക്കെയാണ്. എന്തായാലും ഈ പീസും എയർ ഫിൽറ്ററും കൂടി ഒന്നെങ്കിൽ സർവീസ് സെൻ്ററിൽ നിന്ന് വാങ്ങണം, ഇല്ലാന്നുണ്ടെങ്കിൽ ബുട്മ എന്ന് പറഞ്ഞൊരു ഓൺലൈൻ സൈറ്റ്, നമുക്ക് ജെന്യൂൻ അക്സസറീസ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ഇതിൻ്റെ സെയിം സാധനം തന്നെ ആഫ്റ്റർ മാർക്കറ്റ് കിട്ടുന്ന അക്സസറീസ് കിട്ടുന്ന ഒരു സൈറ്റാണ്. അതിലിപ്പം ഡെലിവറി ചാർജ് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ അത് റെക്കമെൻഡ് ചെയ്യാത്തത്. എന്നാലും ചില സാധനങ്ങൾ അതിനകത്ത് ഈ ഓഫർ വരുന്ന ദിവസം ലാഭം, ഈ ബ്രാക്ക് പാഡ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ലാഭമാണ്. അപ്പം ജസ്റ്റ് ഇടുക, ടൈറ്റ് ചെയ്യുക. ഇതിപ്പോൾ എന്തായാലും ഞാൻ സ്കൂട്ടർ വെച്ച് പിന്നെ ടൈറ്റ് ചെയ്തോളാം. അപ്പം ഇതാണ് വരുന്നത്. ഇനിയിപ്പം പുതിയ കണ്ടോ, നേരത്തെ കണ്ടതിനെക്കാട്ടിയും വ്യത്യാസം ആ ഫിൽറ്ററിനുണ്ട്. ഇതിനകത്താണ് നേരത്തെ പറഞ്ഞ ആ കോയിൽ കണ്ടൻസർ വരുന്നത്. എന്തായാലും ഒരു വീഡിയോ കൂടി ചെയ്യും കോയിൽ കണ്ടൻസർ ക്ലീനിങ്ങിൻ്റെതും, അതുപോലെ തന്നെ ബമ്പർ അഴിച്ചിട്ട് കൂളിംഗ് കോയിൽ കണ്ടൻസറിൻ്റെ ക്ലീനിങ് എല്ലാം കൂടെ ഒക്കെ. അപ്പം പറ്റുന്നവരൊന്ന് AC ഫിൽറ്റർ ക്ലീനിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, എനിക്ക് കിട്ടിയ പണി കിട്ടാത്ത രീതിയിൽ, പൊട്ടാത്ത രീതിയിൽ ഇളക്കിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇളക്കിയെടുക്കുന്നതിന് മുന്നേ കഴിയുമെങ്കിൽ സർവീസ് സെൻ്ററിൽ പോകുന്ന സമയത്ത് ഇത് ഒരെണ്ണം വാങ്ങിച്ച് വയ്ക്കുക. പാർട്ട് നമ്പറാണ് മുകളിൽ കിടക്കുന്നത്, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. 5424 എന്ന് പറഞ്ഞ പാർട്ട് നമ്പറാണ്. അത് ബുട്ട്മെയിൽ അടിച്ച് നോക്കിയാൽ എമൗണ്ട് അറിയാൻ പറ്റും. എമൗണ്ട് ഇതാണ് വരുന്നത്. പിന്നെ ഈ
AC ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. എൻ്റെ വണ്ടി 3.5 കൊല്ലം കഴിഞ്ഞു, ഇതുവരെയായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഞാനത് എൻ്റെ ഈ എയർ ഫിൽറ്റർ എല്ലാം 2500 അല്ലെങ്കിൽ 5000 കിലോമീറ്റർ വെച്ചിട്ട് ക്ലീനാക്കി പോകുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഇപ്പോൾ വാങ്ങിച്ചേക്കുന്ന എയർ ഫിൽറ്ററിന് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ടാറ്റയുടെ പുതിയ സ്ട്രാറ്റജിക്കൽ മൂവ് ആണെന്ന് അറിയത്തില്ല. എന്തായാലും മാറ്റിയിട്ടു. AC പെർഫോമൻസ് നോക്കിയിട്ടില്ല. ബെറ്റർ ആയിരിക്കും, ബെറ്റർ ദാൻ ഓൾഡ് ആയിരിക്കും. എനിവേ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സൈനിങ് ഓഫ്, ആഗസ്റ്റ് ഷോക്ക്.